പെരുന്നാളായിരുന്നല്ലേ? ഇങ്ങനെ പോകുന്ന ആൾക്കാരെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? കളിക്കട്ടെ അല്ലേ? കളിക്കുന്ന ആൾക്കാരൊക്കെ കളിക്കട്ടെ. ഇപ്പൊ പെരുന്നാൾ ഇന്നലത്തെ അടിപൊളിയായിരുന്നു. എത്ര മണിക്ക് എണീറ്റ് വന്നിട്ട് കൊറേ കാലം കൂടിച്ചാടാ അങ്ങനത്തെ ഒരു ഉറക്കുറങ്ങി. ചാമ്പിയില്ലേ നീ എന്നെ? ചാമ്പിയ നീ എന്നെ ോട് പറയിപ്പിക്കണ്ട. നീ എന്താ എന്നെ വിളിച്ചാ ഞാൻ നട്ടുച്ചേക്ക് അങ്ങനെ നട്ടുച്ച രാവിലെ വരാൻ പറഞ്ഞ് നട്ടുച്ചൊക്കെ നീ വന്ന് ചാമ്പ്യൻ നീയാ അതിലുള്ള. ഞാൻ ചാമ്പ്യൻ നിന്നെ. നീ ഫിലിമിന് വരൂലല്ലോ. ആ പിന്നെ നിന്നെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. മാളിൽ പോവാന്നുണ്ടല്ലോ എപ്പോടെ പറഞ്ഞേ? എത്ര മണിക്കാണ് എന്നോട് പറഞ്ഞ മാളിൽ പോവാൻ? അപ്പന്നല്ലേ ഞാൻ വിട്ടേ. അപ്പം വിട്ടേ പുറത്തെത്തിയാലോ ഞാൻ ഫിലിമിന് പോകാം. കൊല്ല നാളെ മര്യാദക്ക് വരില്ലേ ഫുഡ് കഴിക്കാൻ? രാവിലെ നാളെ വരില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്? നോക്കണ ഇക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്? തീരെ ഞാൻ വിചാരിച്ചിട്ടില്ല നീ മെലിയെന്നുള്ളത്. സൂപ്പർ. എന്ത് സൂപ്പർ? സൂപ്പറാ എടാ. ക്രഷ് അടിച്ച് സീനല്ലേ? പകൽമാനിയല്ല കേട്ടോ. അറിയില്ല കേട്ടോ. ഇതുവരെ അറിയില്ലേ? കഥ മാറ്റിയല്ലോ. കട്ട് ചെയ്തോ? ഇതിന്റെ ബാക്കിൽ വെച്ചത് സൺസെറ്റ് കാണാൻ പറ്റില്ല. ഇവനൊക്കെയല്ല സൗണ്ട് ഉണ്ടാക്കാണ്ട് പോയിക്കൂടെ? കൊറേ ആളായി. ബീച്ചിൽ ശാന്തത ഇല്ലാത്തതിന് പ്രശ്നം പറഞ്ഞ് ജസ്റ്റ് അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഈ പെരുന്നാൾക്കും വേറെ ഫെസ്റ്റിവൽസ് ഒന്നും ബീച്ചിൽ വരാൻ പാടില്ല. നീ ബാക്ക് കാണിച്ച് നിക്കല്ലേ? ആൾക്കാരുടെ ബാക്ക് കാണുന്നത് മൂടില്ല. പക്ഷെ ശരിയാടാ, നീ ബീച്ചിൽ വന്നാ പ്രശ്നം. നിന്റെ ബ്ലോഗ് ഇറങ്ങും. ഇതിപ്പോ നീ അറിഞ്ഞിട്ടില്ല, ഓണായതൊന്നും അറിഞ്ഞിട്ടില്ല. ബാക്കിൽ പോയി നിൽക്കുന്നു കൊരുത്തൻ. അതാ ശരിയാ. പേര് മാറ്റി, ചാനലിന്റെ പേര് മാറ്റിയിട്ട് ബ്ലോഗ്സ് ഓഫ് ജസ്റ്റ് ലാബ് ആക്കാം നമുക്ക്. പെറ്റീഷൻ ഫയൽ ചെയ്തോ? വേണേ നിനക്ക് ക്രെഡിറ്റ് തരാമെന്നൊന്നുമില്ലല്ലോ. എല്ലാത്തിലും ഇതിന്റെ കോപ്പി റൈറ്റ് വരുന്നു. അല്ലടാ, നിനക്ക് എല്ലാത്തിലും റോയൽറ്റി വരുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും നിന്റെ പേരിടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നിനക്കെന്താ പ്രശ്നം? അപ്പം അടുത്ത പെരുന്നാൾ ഹജ്ജ് പെരുന്നാൾക്ക് പുതിയ ചാലഞ്ച് വിളിച്ചിട്ടുണ്ട്. എന്താണ് കാണാം. കൊറേ പെരാന്തന്മാരെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു പെരാന്തര ആദ്യമായിട്ടാ. 10-25 വയസ്സായി. ഇതിലിപ്പോ എന്താ മടിക്കാ? ഉരുട്ടിക്കളിക്കുന്ന കാറ് പോയി നോക്ക്. മറ്റേ പി ഉണ്ടാവും. പിപിയാ? ഏത് പിപി? ഊതിയ ഏതാ? അവന്റെ ഓടി കിട്ടത്തില്ല. ചേട്ടാ പി ഉണ്ടോ? ഇതേ ഉള്ളൂ. എനിക്ക് തോന്നിയാ എടാ ഇറങ്ങിപ്പോണ്ടേ. അതിൽ ഇത് വേണ്ട. ചേട്ടാ കാറൊന്നുമില്ല. എടാ മറ്റേ ലൈറ്റ് എത്തുന്ന കൊമ്പ് ചോപ്പ്. ഇറങ്ങി വാ. മറ്റേ കൊമ്പൊക്കെ തലയിൽ. കൊമ്പ് എന്തെങ്കിലും ഉണ്ട്? വീട്ടിലുണ്ട്. ഇതിനെത്ര? ഒന്നിന് ഹോട്ട് വീൽസ് അല്ല 100 രൂപ ഒന്നിനോ. ഇതിൽ ഇല്ലാത്ത കാറ് നോക്കിയിട്ട് എടുക്കാന്ന് വെച്ചിട്ട്. നീ ഇറങ്ങിയില്ല, നീ വാ ഇങ്ങോട്ടോ. ക്യാമറ ഓഫ് ആക്കി. നീ ഇങ്ങോട്ടോ. ആള് നോക്കിക്കോട്ടെ. അതിനിപ്പെന്താ? നോ താങ്ക്സ്. ഈ ഗുഡ്നെസ്സിനൊരു കാരണമുണ്ട്. ഇപ്പം കാണിക്കാൻ പറ്റില്ല എന്നുള്ളൂ. നമ്മൾ തുടക്കത്തിന് ഇതുപോലെ തുടങ്ങിയത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവൻ്റെ ഫോണിൽ. അപ്പോൾ ഇവൻ വിചാരിച്ചില്ല നമ്മളെന്താ വ്ളോഗ് എടുത്ത് ഞാൻ വ്ളോഗ് ഇടും എന്നുള്ളത്. സിൽവർ ബട്ടൺ എനിക്ക് വേണം പോലും. സിൽവർ ബട്ടണിൽ കിട്ടാൻ കുറേ സമയം ഉണ്ടോ. അപ്പോൾ ശരിക്കും ഇവൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ എടുത്തിട്ടേ ഈ സാധനം ഇടുന്നുള്ളത്.
ഇവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് എൻ്റെ ഫോണിലേക്ക് അയച്ച് ടർബോനെ കൊണ്ട് എഡിറ്റ് ചെയ്യിച്ച്. ടർബോ നാറി ബാക്കിലുണ്ട്, കാണുമെന്നറിയില്ല. ഒന്ന് ബാക്കിലുണ്ട്. ഓ ഇംഗ്ലീഷ് കേട്ടോ, ഇംഗ്ലീഷ്. എന്ത് ദുബൈക്കാരെ പോലെ സംസാരിക്കുന്നില്ലേ? ആൾക്കാർ വന്ന പോലെ സംസാരിക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂരെ വലിയ ആളെ പോലെ ദുബൈയിലുള്ള ആൾക്കാരെ പോലെ സംസാരിക്കാൻ നോക്ക്. കന്നഡ കൊത്തില്ല. നിന്റെ റിയലിസം നീ കാണിക്കുമ്പോ നല്ല രസോടാ. ആള് നോയിക്കോട്ടെ, അതിനിപ്പോ എന്താ? ഇവ ഇൻവെർട്ടർ അടാ, നീ ഇപ്പൊ ഇൻവെർട്ടർ അല്ല, നിന്നെ സോഷ്യൽ മീഡിയ മൊത്തം കാണുന്നത് ഇങ്ങനെ അങ്ങ് ഏറ്റെടുത്ത്. നീയെ കണ്ടില്ല. ഇനി നിനക്ക് സോഷ്യൽ ലൈഫേ ഉള്ളൂ, പ്രൈവറ്റ് ലൈഫ് ഇല്ല. അതാ എത്രയോ പറഞ്ഞോ, വലിയ ഡീലിങ്സാ, പൈസ കണക്കെ. ഇങ്ങനെ പിടിച്ചിട്ട് മനസ്സിലാകുന്നില്ലടാ, തിരിച്ചു പിടിച്ചിട്ട്. ബ്ലോഗറാ? ആ അതെ, ബ്ലോഗർ. എന്താ എത്ര അയച്ചു കൊടുക്കുന്നത്? എത്ര അയച്ചു കൊടുത്തേ? പ്രൈവസി, പ്രൈവസി. ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ എവ്രി വൺ. നല്ല മനസ്സൊന്നും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വ്ളോഗിൽ? അത് എല്ലായിടത്തും ഉണ്ട്. എൻ്റെ ആർക്കും എന്തിനും എന്നും ചോദിക്കാം. പിന്നെ നമ്പർ കൊടുത്താലാ, ഇങ്ങനെ എഴുതി കൊടുത്താലേ. ഇപ്പോൾ ടർബോ ഇവിടെ സബ്ജക്റ്റില്ലേ ഇങ്ങനെ നമ്പർ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അടുത്തില്ല. ആർക്കും വേണമെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യുന്നതാണ്. ജീപേ. അപ്പം ബീച്ചിൽ വന്നാൽ ജസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്ളോഗ് എടുത്തില്ല സമാധാനം ഉണ്ടാവില്ല. സംഭവം അറിഞ്ഞിട്ടില്ല, ഓണാക്കിയതും ഇത്രയും പറഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കണ്ടിട്ടില്ല. കഥ പറഞ്ഞു, പക്ഷെ കഥ എടുക്കാൻ പറ്റിയില്ല. ആ കഥ എല്ലാവരും നോക്കിക്കോട്ടെ. ഇപ്പം എന്താ ഓ ചീച്ചി കളി കളിക്കാൻ നോക്ക്. ശാരിക്ക് തിരിച്ചടക്കുന്നു. അതാ ഇക്കെന്താ ആ വാങ്ങിക്കുന്നതാണോന്നില്ലല്ലോ. എടാ കണ്ടന്റ് പോയില്ല, മെയിൻ കണ്ടന്റ് കൊണ്ടിട്ട്. മെയിൻ കണ്ടന്റ് നല്ല ആളുണ്ട്. നമ്മളവിടെ നടന്നാണ് എണീച്ചടാ. അവശനായി ചത്ത അവശനായിട്ട് അവിടെ കിടന്ന്. സമയം എത്രടാ? 11 മണിയല്ലേ? ഒരു 2 കിലോമീറ്റർ നടന്നതിനാണോ ഇങ്ങനെ അവശനായത്? പിന്നൊന്നും പറയാൻ പറ്റില്ലടാ. ഇങ്ങനെ വെയിറ്റെല്ലാം കുറച്ചൊരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ തളരും. കുഴപ്പമില്ലടാ, മിണ്ടല്ലേ. നീ മിണ്ടാണ്ടെന്ന ഓഡിയൻസ് പൂവല്ലുണ്ടല്ലോ. ചെമ്പരത്തേന് തലയിലിങ് വെക്കായിരുന്നു എനിക്ക്. അപ്പം ബൈ പറ. വ്ളോഗിൽ ബൈ പറഞ്ഞേ. വ്ളോഗിലൊരു ബൈ പറ. വ്ളോഗ് അവസാനിപ്പിക്കട്ടെ. ബൈ. ഒരു ടിൻറ്റിനടിക്കാൻ പറഞ്ഞ. ഇവൻ പറഞ്ഞ പോലെ എല്ലാവരും ടിൻറ്റിനടിക്കണമെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എന്താ ബെൽ ബട്ടൺ എന്തായിരുന്നു ക്ലിക്ക് ചെയ്യാല്ലേ? എനിക്കറിയില്ല. നീല ടിൻറ്റിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ഇതുവരെ ടിൻറ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് നിന്റെ അല്ലടാ. ലൈക്ക് ചെയ്യണോ ആൾക്കാർ? ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും. ഇനി അടുത്ത വ്ളോഗ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും വിചാരിക്കുന്നു. നാളെ ഷൂട്ട് ചെയ്യാൻ. ടിൻറ്റിൻ ബൈ.